സ്ഥിരമായിട്ട് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ് വേ വഴി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ഒരു ആനുവൽ പാസ് യൂസ്ഫുൾ ആയിട്ട് മാറുക. അല്ലാതെ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ട് മാറില്ല. സ്ഥിരമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ 90 രൂപ ചാർജ് വരുന്ന ഒരു ടോൾ പ്ലാസ വഴി 200 തവണ ഒരു വർഷം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ഒരു വർഷം സ്പെൻഡ് ചെയ്യേണ്ടി വരിക നോർമൽ കേസിൽ 9,000 രൂപയാണ്. പക്ഷേ ആനുവൽ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് വെറും 3,000 രൂപ കൊടുത്താൽ മതിയാക്കും 200 തവണ ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു സെയിം ടോൾ പ്ലാസ വഴി യാത്ര ചെയ്യാനായിട്ട്. പക്ഷേ വാലിഡിറ്റി വരുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ഈ ഒരു പാസ് എടുത്തതിന് ശേഷം അധികം യാത്രയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റായി പോകും. കാരണം ഒരു വർഷം കഴിയുവാൻ നേരത്ത് അത് നോർമൽ ഫാസ്റ്റാഗിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനകരമായിട്ട് മാറുക. ഒരു വർഷം നിങ്ങൾ 200 തവണ യാത്ര ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റാഗ് ഈ ഒരു ആനുവൽ പാസ് എടുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റാഗ് എടുക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് ഫാസ്റ്റാഗ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട. നിങ്ങളുടെ നോർമൽ ഇപ്പോൾ നിലവിലുള്ള ഫാസ്റ്റാഗിലേക്ക് തന്നെ ഈ ഒരു ആനുവൽ പാസ് എടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള ഫാസ്റ്റാഗ് ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ ഒരു ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആ ഒരു ഫാസ്റ്റാഗ് നിങ്ങളുടെ വെഹിക്കിൾ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേസിസ് നമ്പറുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വെഹിക്കിൾ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഫാസ്റ്റാഗാണ് നമുക്ക് ആനുവൽ പാസ് എടുക്കാനായിട്ട് ഉപയോഗിക്കാനായി കഴിയുക. അതേപോലെ തന്നെ എല്ലാത്തരം വെഹിക്കിൾസിനും ഈ ഒരു ആനുവൽ പാസ് എടുക്കാനായിട്ട് സാധിക്കില്ല. കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ ആനുവൽ പാസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. നമ്മളുടെ നോർമൽ പ്രൈവറ്റ് കാർ അതുപോലെ തന്നെ ജീപ്പ് അല്ലെങ്കിൽ വാൻ എന്നിവക്കാണ് ഈ ഒരു ആനുവൽ പാസ് എടുക്കാനായിട്ട് സാധിക്കുക.